അൽഹംദുലില്ലാ, വിശുദ്ധമായ റമളാനിൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന യാസീൻ സൂറത്ത് വിശ്വാസികൾക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്താണ്. നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും നൊമ്പരങ്ങളും എല്ലാം വരുമ്പോൾ അള്ളാഹുവിലേക്ക് അഭയം തേടാൻ നമ്മൾ ഉപയോഗിക്കുന്ന സൂറത്ത് കൂടിയാണ്. അതിൻ്റെ ആശയങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഏറെക്കുറെ 27 ആയത്തുകളോളം നമ്മൾ ഓതി അതിൻ്റെ അർത്ഥവും ആശയവും ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് പരിശുദ്ധ റമളാനിൽ ബറക്കത്തെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ക്ലാസ്സിൽ നിന്നും ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അവിടുത്തെ കുടുംബക്കാരോട് മുന്നറിയിപ്പ് നൽകിയപ്പോൾ നബിതങ്ങളെ പരസ്യമായി ആക്ഷേപിക്കുകയും മുത്തുനബിയുടെ പ്രവാചകത്വ പദവിയെ അവർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ നബിതങ്ങളോട് അള്ളാഹു സാന്ത്വനത്തിൻ്റെ വർത്തമാനം പറയുകയാണ്: നബിയെ, അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമമാണ്, നിങ്ങളുടെ താക്കീത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും സമമാണ്. അവർ വിശ്വസിക്കൂല നബിയെ, നിങ്ങൾ അങ്ങനെ അവർ വിശ്വസിക്കൂല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം നിർത്തേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകണം. ഹബീബായ മുത്തുനബിയുടെ ആ താക്കീത് പ്രയോജനപ്പെടുന്നത് ആർക്കാണ്? അതും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ മുൻഗാമികളായ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ താക്കീതുമായി വന്നപ്പോൾ അവരെ അംഗീകരിക്കാത്ത ഒരു ജനതയുടെ ഉദാഹരണം അങ്ങ് അവിടുത്തെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. വളരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി എന്ന് തുടങ്ങുന്ന ആ ആയത്തിലൂടെ അന്താക്കിയ എന്ന ഗ്രാമപ്രദേശത്തുള്ള ഒരു മനുഷ്യ സമൂഹത്തിനെ കുറിച്ച് നബിതങ്ങൾ അവർക്ക് ഉപമ പറഞ്ഞു കൊടുത്തു. വർഷങ്ങളോളം അവിടുത്തെ പ്രവാചകന്മാർ ആ ഗ്രാമപ്രദേശത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്തിട്ട് ആകെ ഒരാൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഹബീബുൻ നജ്ജാറിനെയും ഈ 3 പ്രവാചകന്മാരെയും അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ ആ ജനത എറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത്. അത് പരിശുദ്ധ സൂറത്ത് യാസീൻ വളരെ വ്യക്തമായി ആ ചരിത്രം നമ്മളോട് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഹബീബുൻ നജ്ജാർ മരണപ്പെടുന്ന സമയത്തും അവിടുന്ന് ആ മരണം മുന്നിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുത്തു. ആ സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു: ഖീറുദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, നിനക്കിനി കിടക്കാനുള്ള ശാശ്വതമായി നിനക്ക് ജീവിക്കാനുള്ള ഭവനമാണിത്, നീ പ്രവേശിച്ചോളൂ എന്ന് ആ മലക്കുകൾ ഹബീബുൻ നജ്ജാറിനോട് പറയുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്: ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി. എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ സത്യവിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വീരേതിഹാസം വരിച്ച് ഈ ലോകത്തോട് ശുഹദാഹിൻ്റെ ആ പദവിയിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഈ സമയത്ത് അള്ളാഹു നൽകിയ ഈ സൗഭാഗ്യങ്ങളെ കുറിച്ച് എൻ്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരും മുസ്ലിമായേനെ, അവരും നന്നായേനെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും അവിടെ മരണപ്പെടുമ്പോൾ സ്വർഗം കണ്ടവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആഗ്രഹം മുഴുവനും ആ അനന്തമായ ആ ശാശ്വതമായ ഭവനത്തിൻ്റെ ആസ്വാദനങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്നാണ്. അതിൻ്റെ ചരിത്രങ്ങളും ഉപമകളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹബീബുൻ നജ്ജാറും മരണമാസന്നമായ സമയത്ത് അദ്ദേഹവും ഓർമ്മപ്പെടുത്തിയത്: ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനതയെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ മുൻകാല പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നതും എന്നെ ആദരണീയരായ പദവിയിലേക്ക് എന്നെ ഉയർത്തിയതും ഇവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എവരും കൂടി ഒന്ന് നന്നായിരുന്നേനെ എന്ന് ഹബീബുൻ നജ്ജാർ മരണം മുന്നിൽ കണ്ട മനുഷ്യന്മാരുടെ ഏറുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മലക്കുകൾ പറയുന്ന സമയത്ത് ആഗ്രഹിച്ചതാണ്.
അപ്പോൾ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളുടെയും നന്മ ആഗ്രഹിക്കുക എന്നതൊരു ഒരു പ്രബോധകന്റെ സ്വഭാവമായിരിക്കണം. നമ്മളെ ആക്രമിക്കുന്നവരോടും നമ്മളെ ആക്ഷേപം പറയുന്നവരോടും നമ്മളെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ അപഹസിക്കുന്നവരോടും പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ച് നേരിന്റെ പക്ഷത്തേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്കും നന്മ ലഭിക്കണമെന്ന ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഇടപെടുന്ന ഇടപെടലുകളും രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനവും ലക്ഷ്യം വെച്ച് പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്ന സമയത്ത് അതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്താതെ പല ആളുകളും ഉസ്താദിനെ കടിച്ചു കീറുമ്പോഴും ഉസ്താദ് അവിടുത്തെ പ്രബോധനത്തിൻ്റെ വീതിയിൽ അവർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പദ്ധതികളുമായി, പുതിയ പുതിയ പ്രവർത്തനങ്ങളുമായി ഒരുപാട് സാധുക്കളായ മനുഷ്യർക്ക് അവലംബമാകാൻ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മന്നവും നൽകാൻ അവിടുത്തെ ഈ അവസാന സമയത്തും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവും മന്നവും നൽകാൻ അവിടുത്തെ ഈ അവസാന സമയത്തും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് എപ്പോഴും പറയും, ആരെല്ലാം എന്തെല്ലാമോ പറയുന്നു, അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രബോധകരെന്ന നിലയിൽ എല്ലാ മനുഷ്യരുടെയും നന്മ ആഗ്രഹിക്കണം. നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരുടെയും നന്മ ആഗ്രഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അത് ഈ സൂറത്ത് യാസീനിൽ ഹബീബ് നജ്ജാറിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന 3 പ്രവാചകന്മാരും വിശ്വാസിയായ ഹബീബ് നജ്ജാറും ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ അവശേഷിക്കുന്നത് ആ ജനതയാണ്. ആ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു? അതാണ് ഇനി തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സൂറത്ത് യാസീനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു പറയാണ്, ഏറുകൊണ്ട് ബോധരഹിതനായി വീണ മലക്കുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ഹബീബ് നജ്ജാർ പോയി. ആ 3 പ്രവാചകന്മാരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ജനതയ്ക്ക് എന്താണ് സംഭവിച്ചത്? അല്ലാഹു പറയാണ്, അവർക്ക് ശേഷം ആ ജനതയുടെ മേൽ ആകാശത്ത് നിന്നൊരു സൈന്യത്തെ നമ്മൾ ഇറക്കിയിട്ടില്ല. കാരണം ഹബീബ് നജ്ജാറിനെ കൊന്നവർ, 3 പ്രവാചകന്മാരെ കൊന്നവർ, അവർ വലിയ ഭീകരന്മാരാണല്ലോ. അവരെ കൈകാര്യം ചെയ്യാൻ വലിയൊരു പട്ടാളത്തെ ആകാശത്തു നിന്ന് തന്നെ ഇറക്കേണ്ടി വരും എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. നാം അങ്ങനെ ഇറക്കാറുമില്ല. അങ്ങനെ ഭൂമി ലോകത്ത് അക്രമം നടക്കുമ്പോൾ ആ അക്രമത്തെ പ്രതിരോധിക്കാൻ ഇവിടെ പട്ടാളത്തെ അള്ളാഹു ഇറക്കലില്ല. പിന്നെ ആ ജനതയെ നിലക്ക് നിർത്തിയത് എങ്ങനെയാണ്? ആ ജനതയെ പാഠം പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ നിമിഷത്തെ ഘോര ശബ്ദം മാത്രമാണ്. ഫൈദാഹും ഖാമിദൂൻ, ആ നിമിഷം നോക്കുമ്പോഴേക്ക് അന്താക്കിയ എന്ന പ്രദേശം വെണ്ണീറായി പോയി. അവിടെ ഒരു മനുഷ്യനും അവശേഷിക്കാത്ത നിലയിൽ ആ ഗ്രാമപ്രദേശത്തെ മുഴുവനും അല്ലാഹു ഒരൊറ്റ ശബ്ദത്തിൽ പെടുത്തിയിട്ട് ഈ ലോകത്തോട് വിട പറയിച്ചു. അപ്പോൾ ഒരൊറ്റ ഘോര ശബ്ദം. അള്ളാഹുവിനിവിടെ ഒരു മനുഷ്യ സമൂഹത്തെ, അതല്ലെങ്കിൽ അക്രമികളായ ആളുകളെ നിലയ്ക്ക് നിർത്താൻ പടച്ചവനിവിടെ ആകാശ ലോകത്ത് നിന്ന് സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന് ഒരൊറ്റ ഘോര ശബ്ദം മതി ആ മനുഷ്യരെ മുഴുവനും നശിപ്പിക്കാൻ. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 2001 ഗുജറാത്തിൽ ഭൂകമ്പം നടന്നു. എത്ര മിനിറ്റാണ്? ആകെപ്പാടെ 2 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആ ഭൂകമ്പം, ഏകദേശം 110 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ആ ഭൂകമ്പത്തിൽ മരണപ്പെട്ടത് 1.5 ലക്ഷം ജനങ്ങളാണ്. ആ ഭൂകമ്പത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പൊ ആ 1.5 ലക്ഷം മനുഷ്യരെ അള്ളാഹുവിന് ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, ഒരു മനുഷ്യ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ പാഠം പഠിപ്പിക്കാൻ അള്ളാഹുവിനോട് സൈന്യത്തിന്റെ ആവശ്യമില്ല.
1.5 ലക്ഷം മനുഷ്യന്മാരെ 2 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഭൂകമ്പത്തിൽ അള്ളാഹു ഈ ലോകത്ത് നിന്ന് അവരെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഈ പ്രകൃതി തന്നെ അള്ളാഹുവിന്റെ പട്ടാളങ്ങളാണ്. ഈ പ്രകൃതിയിലെ ഓരോ കാറ്റും വെള്ളവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കെട്ടിപ്പൊക്കിയ വലിയ ഗോപുരങ്ങൾ, മണിമാളികകൾ, ആ കെട്ടിപ്പൊക്കിയ മണിമാളികകൾ ഈ 2 നിമിഷത്തെ ഭൂമി ചെറുതായിട്ടൊന്ന് ചലിച്ചപ്പോൾ, 2 മിനിറ്റ് നേരം ഭൂമി ഒന്ന് ചലിച്ചപ്പോൾ അവർ ഈ ലോകത്ത് സ്വപ്നം കണ്ടുണ്ടാക്കിയ സർവ സൗധങ്ങളും നശിച്ചു വീണുപോയി. അതിലേറ്റവും വേദനാജനകമായ ഒരു ചിത്രം, ആ ഗുജറാത്തിൽ വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പ് നടത്തിയിരുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു. അവിടെ ഭൂകമ്പത്തിന്റെ എല്ലാ ഭീകരാന്തരീക്ഷങ്ങളും കഴിഞ്ഞു. ജനങ്ങളെ മുഴുവനും ഷെൽട്ടറിലേക്ക്, അഭയസ്ഥാനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നു. അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നപ്പോൾ അവിടെ മനുഷ്യർക്ക് ഒരു കുപ്പി ദാഹജലത്തിന് വേണ്ടി അവർ ഇങ്ങനെ പരക്കം പോയാണ്. ആ സമയത്ത് ആ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളം വാങ്ങിക്കാൻ ക്യൂ നിന്നൊരു മനുഷ്യൻ, ഗുജറാത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പ് നടത്തിയിരുന്ന ഒരു മുതലാളിയാണ്. അയാൾ ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി അവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ മനുഷ്യന്മാരുടെ ഇടയിൽ തിക്കും തിരക്കും കൂട്ടുന്നത് കണ്ട് മീഡിയകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ മൈക്ക് കാട്ടിയിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത്, ഇന്നലെ വരെ എൻ്റെ ടെക്സ്റ്റൈൽസ് ഷോപ്പിലും എൻ്റെ മണിമാളികകളിലും വരുന്ന മനുഷ്യർക്ക് ഞാൻ നല്ല കൂൾ ഡ്രിങ്ക്സുകൾ കൊടുത്തിരുന്ന ആളാണ്, നല്ല തണുത്ത വെള്ളം കൊടുത്തിരുന്ന ആളാണ്. ഇന്ന് എനിക്ക് എൻ്റെ ഒരു ദാഹശമനത്തിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിന് ഇവിടെ ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. ഇവിടെ എൻ്റെ ബാങ്ക് ബാലൻസുകളോ, ഞാൻ കെട്ടിപ്പൊക്കിയ മണിമാളികകളോ, എൻ്റെ പ്രസ്റ്റേജുകളോ എനിക്ക് യാതൊരുവിധ ഫലവും ചെയ്യാത്ത നിലയിലായിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യൻ 1.5 ലക്ഷം ആളുകൾ മരിച്ച ആ ഗുജറാത്ത് ഭൂകമ്പത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ടുണ്ടാക്കിയ സകലതും നശിച്ചുപോയി. അയാളുടെ സമ്പത്ത് മുഴുവനും ആ ഭൂകമ്പത്തിൽ ഇല്ലാതായിപ്പോയി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഈ ലോകത്തെ നശിപ്പിക്കണമെങ്കിൽ ഇവിടെ വലിയ സൈന്യത്തെ ഒന്നും പടച്ചവനിറക്കേണ്ട ആവശ്യമില്ല. കേവലം ഒരു ശബ്ദം, അതല്ലെങ്കിൽ 2018 പ്രളയം, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയാണ്. അവിടെ മതവും ജാതിയുമില്ല, എല്ലാ മനുഷ്യരും ഒന്നായിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടിയ സന്ദർഭം ഓർമ്മയുണ്ട്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലാണോ പത്തനംതിട്ടയിലാണോ ഡൗട്ടുണ്ട്. അവിടെ വലിയൊരു കോടീശ്വര മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയ മണിമാളികയുണ്ട്. ഒരുപാട് നിലകളുള്ള മണിമാളിക, ചുറ്റും വലിയ ഗേറ്റും വലിയ മതിലുകളുമുണ്ട്. പരിസര പ്രദേശത്തെ മനുഷ്യന്മാരോടൊന്നും യാതൊരുവിധ ബന്ധവും പുലർത്താത്ത അയാളുടെയും കുടുംബത്തിന്റെയും വീട്ടിൽ പ്രളയം ബാധിച്ചിട്ട് വെള്ളം കയറി അവർക്ക് താമസിക്കാൻ പറ്റാത്ത കോലത്തിലായി. അവരിങ്ങനെ കയറി ആ വീട്ടിന്റെ ടെറസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ടെറസിൽ നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളം കുടിക്കാൻ ദാഹത്തിന് വെള്ളമില്ല. ഇങ്ങനെ പ്രതിസന്ധി അനുഭവിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തത് ആ പരിസരത്ത് ഒരുപാട് അകലെയുള്ള ചെറിയൊരു ചെറ്റക്കൂരയിൽ താമസിച്ച മനുഷ്യൻ ഒരു വഞ്ചിയിൽ തുഴഞ്ഞുകൊണ്ട് വന്ന് അയാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾ ആ ഭക്ഷണം വാങ്ങിക്കുന്ന സമയത്ത് അയാളുടെ ആ ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മനുഷ്യന്മാരെ പാഠം പഠിപ്പിക്കാൻ നമ്മൾ ദാഹത്തിന് ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട് തന്നെ പടച്ചവനെ പാഠം പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. ഇതുപോലെ വെള്ളവും അതുപോലെ തന്നെയാണ് ഈ 2019 നമ്മളെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത കൊറോണ വൈറസിലൂടെ ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും അള്ളാഹുവിനെ അടച്ചിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന് ഒരാളും പരസ്പരം സമ്പർക്കം പുലർത്താതെ അവന്റെ ജോലിയും അവന്റെ നിത്യവരുമാന മാർഗങ്ങളും അടച്ച്
വളരെ സ്വകാര്യമായി അവൻ്റെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ആരുമാരുമായി ബന്ധമില്ലാതെ കുറേ നാൾ പടച്ചവന് പൂട്ടിയിടാൻ പറ്റി. അതെങ്ങനെയാണ് പൂട്ടിയിടാൻ പറ്റിയത്? അത് കൊറോണ വൈറസിലൂടെയാണ്. ആ കൊറോണ വൈറസിനെ നമുക്ക് കാണാൻ പറ്റില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആ വൈറസിലൂടെ പടച്ചവൻ നമ്മളെ പാഠം പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ലോകം നിയന്ത്രിക്കുന്നത് നമ്മളാണ്, നമുക്ക് വലിയ അധികാരമുണ്ട്, നമുക്ക് വലിയ പദവിയുണ്ട്, പണമുണ്ട്, പത്രാസുണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം ഏത് ലോകത്ത് ഏത് കോലത്തിലാണ് വരുന്നതെന്ന് അറിയില്ല. അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു സംവിധാനങ്ങളും ഇന്ന് ലോകത്തില്ല, ഒരു സംവിധാനങ്ങളും ലോകത്തില്ല. കൊറോണ വന്നപ്പോൾ അതിനു മുമ്പേ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല. മനുഷ്യന്മാർ നിന്ന നിപ്പിൽ മരിച്ചു വീഴുമ്പോൾ എല്ലാ ആളുകളും ഭീതിയോടെ ആ സാഹചര്യത്തെ കണ്ടപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സയൻസ് പോലും ഒരു നിമിഷം ഒന്ന് പകച്ചു നിന്നുപോയി ആ വൈറസിനെ ഒന്ന് പ്രതിരോധിക്കാൻ. അപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത് ഏത് കോലത്തിലാണെന്നറിയില്ല, ഏതു നിലയിലാണ് അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് യാസീൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കത്തെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സകല നീക്കുപോക്കുകളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. അപ്പോൾ അന്താക്കിയിലെ ജനങ്ങൾ ഒരു നിമിഷത്തെ ഘോര ശബ്ദത്തിൽ ആ ഗ്രാമത്തെ തന്നെ പടച്ചവൻ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ ആ മനുഷ്യരെ കുറിച്ചാണ് പടച്ചവൻ നബിതങ്ങളോട് പറഞ്ഞത്, നബിയെ അവർക്ക് നിങ്ങൾ ഉപമ പറഞ്ഞു കൊടുക്കണം, അവർക്ക് നിങ്ങൾ അനുഭവം പറഞ്ഞു കൊടുക്കണം. അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യന് നന്നാകാൻ പറ്റൂ. എന്നിട്ട് അല്ലാഹു പറയാണ്, യാ ഹസ്റതൻ അലൽ ഇബാദി മാ യതീം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവരുടെ അടുക്കൽ ഏതൊരു പ്രവാചകൻ ചെന്നാലും ആ പ്രവാചകനെ പരിഹസിക്കാതെ അവർ വിട്ടിട്ടില്ല. യാ ഹസ്റതൻ അലൽ ഇബാദ്, എൻ്റെ അടിമകളുടെ മേലുള്ള കഷ്ടമേ, മാ യതീം മിർ റസൂലിൻ, അവരുടെ അടുക്കലേക്ക് ഒരു ദൂതനും വന്നിട്ടില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടല്ലാതെ. അപ്പോ ഏത് പ്രവാചകന്മാർ ഏത് ജനതയിലേക്ക് വന്നാലും ആ ജനത ആ പ്രവാചകന്മാരെ പരിഹസിച്ചിട്ടല്ലാതെ ഇല്ല. സ്വർഗ്ഗം പറയുമ്പോൾ, നരകം പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളെ കുറിച്ചും രഹസ്യങ്ങളെ കുറിച്ചും പറയുമ്പോൾ അവരെ കളിയാക്കിയിട്ടല്ലാതെ ഇല്ല. ഇന്നത്തെ പണ്ഡിതന്മാർ അൽ ഉലമാ വറസത്തുൽ അംബിയാ, 1,24,000 അമ്പിയാക്കന്മാർ ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹുവിന്റെ ദൗത്യവുമായി കടന്നു വന്നവരെങ്കിൽ ആ അമ്പിയാക്കന്മാരുടെ അനന്തരകാംക്ഷികളാണ് ഈ ആധുനിക കാലത്തെ പണ്ഡിതന്മാർ. അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും അമ്പിയാക്കന്മാർ മുൻകാലത്ത് നിർവഹിച്ച പ്രബോധനത്തിന്റെ ദൗത്യമാണ്. ആ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മതമില്ലാത്തവർ, അവർ ഈ ധാർമ്മികപരമായ ജീവിതം ആഗ്രഹിക്കാത്തവർ, സ്വതന്ത്ര ചിന്താഗതിക്കാർ, അവർ പരസ്പരം മാറി നിന്നുകൊണ്ട് അവരെ പരിഹസിക്കും. സ്വാഭാവികമാണ്. ഈ പരിഹാസം മുന്നേ കേട്ടു വന്നതാണ്, ചരിത്രത്തിന്റെ ആവർത്തനമെന്നല്ലാതെ പുതിയൊരു സംഗതി ഇതിലൊന്നുമില്ല. എന്ത് ദൃഷ്ടാന്തങ്ങൾ വന്നാലും, എന്ത് ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാര് കൊണ്ടുവന്നാലും അവരെ വീണ്ടും വീണ്ടും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയാണ്, ഈ ജനത എന്തേ പഠിക്കാത്തത്? എത്ര ദൃഷ്ടാന്തങ്ങളാണ് മുൻഗാമികളിൽ കണ്ടിട്ടുള്ളത്. ഫിർഔനിന്റെ അന്ത്യം കണ്ടതാണ്, ഖാറൂനിന്റെ അന്ത്യം കണ്ടതാണ്. ഇങ്ങനെ തുടങ്ങി മുൻഗാമികളായ ഒരുപാട് ശത്രുക്കളുടെ അധപ്പതനങ്ങൾ കണ്ടവരാണ്. പരിശുദ്ധ ഖുർആൻ ഉദാഹരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മുൻഗാമികളിൽ ഒരുപാട് അക്രമകാരികളായ ആളുകളെ അള്ളാഹു നിലയ്ക്ക് നിർത്തിയതിന്റെ ഉദാഹരണങ്ങൾ എല്ലാ ജനതയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല? എന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല? അപ്പോൾ ഇവിടെ ഈ ലോകത്ത് ഒരുപാട് കാലം അല്ലെങ്കിൽ കാലാകാലം ഇവിടെ ജീവിക്കുമെന്ന് ആർക്കാണ് വിശ്വാസമുള്ളത്? ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും.
ഈ നാളെ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കാണ് മടക്കം. ഇങ്ങനെയുള്ള ഒരടിമകളെ കുറിച്ച് പടച്ചവൻ പറയാണ്, അലം യറൗകം അഹ്ലക്നാ ഖബലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ കം അഹ്ലക്നാ ഖബലഹും മിനൽ ഖുറൂനി, അവരുടെ മുമ്പ് പല തലമുറകളെയും ആ പല തലമുറകളിൽ നിന്നും എത്രയോ ആളുകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. അവർ ആരും ഇവരിലേക്ക് പിന്നെ മടങ്ങി വരുന്നില്ല എന്നവർക്ക് കണ്ടുകൂടെ? ഖുർആൻ ചോദിക്കുകയാണ്, അലം നറൗ കം അഹ്ലക്നാ മിൻ ഖബലിഹിം, നിങ്ങൾ അവരുടെ മുൻഗാമികളായ ആളുകളിൽ എത്രയോ ആളുകളെ നമ്മൾ നശിപ്പിച്ചിരിക്കുന്നു. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അങ്ങനെ നശിച്ചു പോയ ആളുകൾ ഒരിക്കലും അവരിലേക്ക് തീർച്ചയായും മടങ്ങി വരുന്നില്ലല്ലോ. അവർക്കത് കാണാൻ പറ്റുന്നില്ലേ? അവർ പോകുന്നത് എങ്ങോട്ടാണ്? അല്ലാഹുവിലേക്കാണ് പോകുന്നത്. അവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? എന്നിട്ട് പടച്ചോൻ ചോദിക്കാണ്, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദീനാ മുഹ്ളറൂൻ, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നശിച്ചു പോയാലും, ഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദീനാ മുഹ്ളറൂൻ, എല്ലാ ആളുകളും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെ ഇല്ല. ഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദീനാ മുഹ്ളറൂൻ, ഈ ലോകത്ത് നിന്ന് ഒരാൾ ആര് മരണപ്പെട്ടാലും ആര് നശിപ്പിക്കപ്പെട്ടാലും അവർ ഒരിക്കലും ഈ പ്രപഞ്ചത്തിലേക്ക്, ഭൗതിക ലോകത്തേക്ക് അവർ മടങ്ങി വരില്ല. അവരൊക്കെ പടച്ചവനിലേക്കാണ് മടങ്ങുന്നത്, പടച്ചവനിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അള്ളാഹു അങ്ങനെ ഓർമ്മപ്പെടുത്തി. എല്ലാവരും മുഴുവനും, എല്ലാ മനുഷ്യന്മാരും, നശിപ്പിക്കപ്പെട്ട ജനത മുഴുവനും നമ്മുടെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമെന്നും അവർക്കറിയില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണത്. ഇവിടെ നിന്ന് നശിപ്പിക്കപ്പെട്ടാലും ഈ പ്രപഞ്ചം ഒരു പരീക്ഷണ ലോകമാണ്. ഈ പരീക്ഷണ ലോകം കഴിഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനിനെ പരിചയപ്പെടുത്താൻ ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ അയച്ച പ്രവാചകന്മാരെ വിശ്വസിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ നാളെ ആഖിറത്തിൽ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നുള്ള ബോധമില്ലേ? അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കണമെങ്കിൽ, ഈ ലോകത്ത് ചിന്തയോടെ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമുള്ളൊരു മനുഷ്യൻ മാത്രമേ ചിന്തിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമില്ലാത്ത ആളുകൾ ഇങ്ങനെ പല കിംവദന്തികളും പരത്തി, ഇങ്ങനെ ചില ആശങ്കകൾ ഉണ്ടാക്കി, ഇങ്ങനെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച് നേരിന്റെ പക്ഷം കാണിക്കുന്ന ആളുകളെ പരിഹസിച്ചവർ മുന്നോട്ട് പോകും. എന്നിട്ട് യാസീനിൽ അള്ളാഹുവിനെ അടുത്തതായി ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ ഉണ്മയെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന 3 ദൃഷ്ടാന്തങ്ങളാണ് അടുത്തതായി ഈ സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് അള്ളാഹു ഉണ്ടോ? ഈ ലോകത്തിന് ദൈവമുണ്ടോ? ഈ ലോകത്തൊരു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള 3 ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹു സൂറത്ത് യാസീനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ സൂറത്ത് യാസീനിൽ 3 വായത്തിൽ ലഹും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അതിൽ ഒന്നാമത്തത് വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. അള്ളാഹു പറയാണ്, വആയത്തുൽ ലഹും, ആ മനുഷ്യർക്കുള്ള ദൃഷ്ടാന്തമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ടെന്നതിനുള്ള മനുഷ്യർക്കുള്ള ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈതതു, ചത്തുകിടക്കുന്നൊരു ഭൂമി, തരിശുഭൂമി. അവിടെ വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാതെ അവിടെ പുഷ്പിച്ചു നിന്ന സകല സസ്യങ്ങളും നശിച്ചുപോയി. അവിടെ തരിശുഭൂമിയായി കിടക്കുന്നൊരു ഭൂമി. അഹ്യൈനാഹാ, ആ വേനൽക്കാലത്തിൽ തരിശുഭൂമിയായ ഭൂമിയെ നമ്മളാണ് അതിനെ ജീവിപ്പിച്ചത്. അല്ലാഹ് പറയാണ്, അഹ്യൈനാഹാ, നമ്മളാണ് അതിനെ ജീവിപ്പിച്ചത്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, അതിൽ നിന്നും നാമാണ് വിത്തുകളെ മുളപ്പിച്ചത്.
ഫമിൻഹു യഅകുലൂൻ. അങ്ങനെ പടച്ചവൻ മുളപ്പിച്ച വിത്തിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. ഫമിൻഹു യഅകുലൂൻ. ആലോചിച്ച് നോക്കിയേ, അള്ളാഹു ഒരു തരിശു ഭൂമിയായി കിടക്കുമ്പോൾ ആ തരിശു ഭൂമിയെ ജീവസുറ്റതാക്കുന്നതും അതിലിട്ട വിത്ത് മുളപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഒരു കർഷകൻ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ തരിശു ഭൂമിയായി കിടക്കുന്ന ആ ഭൂമിയിൽ വെള്ളം വരാതെ ഒരു കർഷകൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ അങ്ങനെ ഒരു കർഷകൻ അവിടെ വെള്ളം വന്ന് ആ ഭൂമി വിത്ത് മുളപ്പിക്കാൻ പര്യാപ്തമായിട്ടുണ്ടെങ്കിലും ആ വിത്ത് ഭൂമിയുടെ അകത്തളങ്ങളിൽ കുഴിച്ചിട്ടാൽ അത് മുളപ്പിക്കുന്നത് അല്ലാഹുവാണ്. ആ മുളപ്പിക്കാൻ വേണ്ടി ഇട്ട വിത്ത് അതിനെ കുഴിച്ചിടുക എന്നതിനപ്പുറം ആ വിത്തിനെ മുളപ്പിക്കാനുള്ള ഒരു വിദ്യയും ഒരു കർഷകന്റെ അടുത്തുമില്ല. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീൽ. ഒരു പച്ചപ്പ് പോലുമില്ലാത്ത അറേബ്യയിലെ വരണ്ട ഭൂമിയിൽ ഈത്തപ്പന മരം ഉണ്ടാക്കി തന്നത് നാമാണ്. ഈത്തപ്പന മരം മാത്രമല്ല, വഅനാബിൻ, ഈ ഉശര ഭൂമിയിലാണ് നിങ്ങൾക്ക് മുന്തിരിത്തോപ്പുകൾ ഉണ്ടാക്കി തന്നത്. എന്നിട്ടോ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ തോട്ടത്തിന്റെ മധ്യത്തിലൂടെ അരുവികളെ തുറന്നു തന്നതും നാമാണ്. എന്തിനു വേണ്ടി? ലിയകുലൂൻ സമരിഹി, എന്റെ അടിമകൾ അതിലുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി. വമാ അമിലതുഹു ഐദീഹിം, അവരുടെ കൈകളല്ല അതിനെ ഉണ്ടാക്കിയത്. അഫലാ യശ്കുറൂൻ, എന്നിട്ടും അവർ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? അല്ലാഹു ചോദിക്കുകയാണ്. ഇങ്ങനെ വരണ്ട ഭൂമി, ആ മരുഭൂമിയിൽ ജലത്തിന്റെ അളവ് കുറവാണ്. അങ്ങനെ ജലത്തിന്റെ അളവ് കുറവായ ആ മരുഭൂമിയിൽ തളർത്തു നിൽക്കുന്ന ഈന്തപ്പന മരങ്ങൾ ഇതാരാണ് മുളപ്പിക്കുന്നത്? ഈന്തപ്പന മരങ്ങൾ ആരാണ് മുളപ്പിക്കുന്നത്? ഈ ഉശരമായ ഭൂമിയിൽ വിത്തിട്ടാൽ അത് കിളിർത്തു വരുമെന്ന് നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ? ഒരു ഊഷരമായ ഭൂമിയിൽ നിങ്ങളെ കൊണ്ടൊരു വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ചു വരുമെന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? നിങ്ങൾ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ വിത്തിന്റെ വളർച്ച കാണാൻ വേണ്ടി. ആ വിത്ത് പുഷ്പിക്കുന്നതും ഫലം നെടുന്നതും മുട്ടിടുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആ ഭൂമിയിൽ വിത്തിടുക എന്നതിനപ്പുറം അതിനെ മുളപ്പിക്കാൻ നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത്? നിങ്ങളുടെ കരങ്ങൾ കൊണ്ടല്ല ഇതൊന്നും ഇവിടെ മുളയ്ക്കുന്നത്. അഫലാ യശ്കുറൂൻ, അങ്ങനെ അല്ലാഹു ഭൂമിയിൽ നിന്നും മുളപ്പിച്ചു തരുന്ന ആ പദാർത്ഥങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ ഒരു വരണ്ട ഭൂമിയിൽ വെള്ളം ലഭിക്കാതിരുന്നാൽ വിത്ത് മുളയ്ക്കില്ലല്ലോ. വെള്ളം കിട്ടാൻ ആകപ്പാട് രണ്ട് മാർഗമാണുള്ളത്. ഒന്ന്, നല്ല ഉറവ വെട്ടണം, ഏതെങ്കിലും ഭൂമിയിൽ നിന്ന് നല്ല ഉറവ പൊട്ടണം, അല്ലെങ്കിൽ മഴ പെയ്യണം. ഇത് രണ്ടുമല്ലാതെ ഈ ഭൂമിയിൽ വെള്ളം കിട്ടാൻ മൂന്നാമതൊരു സാധ്യതയില്ല. മനുഷ്യനെന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഉറവ പൊട്ടിക്കാൻ മനുഷ്യന് സാധ്യമല്ല, ഒരു മഴ പെയ്യിക്കാൻ മനുഷ്യന് സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇന്ന് സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വികാസം പ്രാപിച്ച കാലത്താണ് നമ്മളുള്ളത്. ഇന്ന് സിൽവർ അയണൈഡ് അന്തരീക്ഷത്തിലെ മഴമേഘങ്ങളിൽ വർഷിപ്പിച്ചിട്ട് കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കൃത്രിമമായി മഴ പെയ്യിക്കുമ്പോൾ പോലും ഈ മഴമേഘങ്ങൾ എവിടെ ചെന്ന് പെയ്യണമെന്ന് നിയന്ത്രിക്കാൻ ഈ പറയപ്പെട്ട ശാസ്ത്രജ്ഞർക്ക് പറ്റൂല. ഒരു മഴ പെയ്യിക്കണമെങ്കിൽ, ഒരു പ്രദേശത്ത് ഒരു ചെറിയൊരു മഴ പെയ്യിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. അതായത് ആകാശത്തേക്ക് ഒരു ഹെലികോപ്റ്ററിൽ പറന്നുപോയി മഴമേഘങ്ങളിൽ ഈ സിൽവർ അയണൈഡ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഭാരം കൊണ്ട് ഈ മേഘങ്ങൾ മഴ പെയ്യിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ നാട്ടിൽ കേരളത്തിന്റെ അത്ര മഴ ലഭിക്കാത്തൊരു നാടാണ്. അവിടെ ചിലപ്പോൾ തമിഴ്നാട്ടിലെ സർക്കാർ വിചാരിക്കാണ് നമ്മുടെ ആ ഭൂമിയെ മുഴുവനും ഒന്ന് തണുപ്പിക്കാൻ ഒരു ചെറിയൊരു കൃത്രിമ മഴ പെയ്യിപ്പിക്കണം. ചിലപ്പോൾ പോയി പെയ്യുന്ന കർണാടകയിലായിരിക്കും. കാരണം ഇതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവൊന്നും ആർക്കില്ല, സർക്കാരിനില്ല. അപ്പൊ ഇവരെ വലിയ തർക്കവും. എന്താ തർക്കം?
കർണാടക സർക്കാർ ഈ തമിഴ്നാട് സർക്കാർ സിൽവർ അയണൈഡ് ഉപയോഗിച്ച് കൃത്രിമമായ മഴയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ഈ മഴമേഘങ്ങളെല്ലാം കൂടിയിട്ട് പോയി കർണാടകയിൽ പോയി പെയ്തു. കർണാടകയിൽ പെയ്തപ്പോൾ അവിടെ പ്രളയമായി, അവിടെ ആകപ്പാടെ പ്രശ്നമായി. പിന്നെ ഇവർ തമ്മിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അടിയായി. 2024 ഏപ്രിൽ ഇതുപോലെ കൃത്രിമ മഴയുണ്ടാക്കിയപ്പോഴോ അവിടുത്തെ ഗവൺമെന്റ് വിചാരിച്ചത് ഈ പ്രദേശത്ത് ഇപ്പൊ ചൂട് കൂടുതലാണ്, ജസ്റ്റ് ഒന്ന് ഭൂമി തണുപ്പിക്കണമെന്ന് മാത്രമേ അവർ കരുതിയുള്ളൂ. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അവർ സിൽവർ അയണൈഡ് ഈ മഴമേഘങ്ങളിൽ കൊണ്ടുപോയി സ്പ്രേ ചെയ്ത് കൊടുത്തു. ദുബായ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് സാധനം പോയി. കാരണം ഇത് മഴ അധികം പെയ്തിട്ട് ആ ദുബൈയിൽ മുഴുവൻ പ്രളയമായി മാറി. അപ്പൊ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഇവിടെ ഒരു രാജ്യത്തിലുള്ള ഗവൺമെന്റ് അവരുടെ രാജ്യത്ത് ആ പ്രദേശം മുഴുവനും ഒന്ന് തണുക്കണമെന്ന് വിചാരിച്ച് പെയ്യിക്കുന്ന മഴ ചിലപ്പോ അടുത്ത രാജ്യത്തായിരിക്കും ചെന്ന് വീഴുക. അവർക്ക് ചിലപ്പോൾ മഴയുടെ ആവശ്യം ഉണ്ടാവില്ല. മഴ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന രാജ്യമായിരിക്കും. ഇവരിങ്ങനെ കോടിക്കണക്കിന് രൂപയെ കൊടുത്ത് ചെലവഴിച്ച് ഈ സിൽവർ അയണൈഡ് അതിൽ സ്പ്രേ ചെയ്തു, തൊട്ടടുത്ത രാജ്യത്ത് പോയി അത് പെയ്യും. അപ്പോൾ എത്ര കോടി രൂപ നഷ്ടമാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് പ്രകൃതി മുഴുവനുമുള്ളത്. ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും അതിന്റെ പരിഹാരം കാണാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ന് ഈ വർഷം ഇത്ര ഹെക്ടർ മഴ പെയ്യിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് ഏതെങ്കിലും ഒരു ധനകാര്യമന്ത്രിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഇവിടെ മഴ കുറഞ്ഞു എന്നതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ പോയി പിക്കറ്റിംഗ് നടത്തിയാൽ മഴ പെയ്യത്തില്ല. കാരണം അത് അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ സകല നിയന്ത്രണങ്ങളും ഉള്ളത്. അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. പടച്ചവൻ അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. വെള്ളമില്ലാതായാൽ ആർക്കാണ് നമുക്ക് നിവേദനം കൊടുക്കാൻ പറ്റുക? ഇവിടെ മഴ പെയ്യാതിരുന്നാൽ ആർക്കാണ് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുക? ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും ഇവിടെ മഴ പെയ്യണമെങ്കിൽ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ അളവിൽ മഴ പെയ്യിക്കണമെങ്കിൽ അത് ഈ ലോകത്തിന്റെ രക്ഷിതാവിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. അതാണ് ഹബീബായ നബിതങ്ങൾ ഒരു പ്രദേശത്ത് മഴ ലഭ്യമാകാതിരുന്നാൽ നിങ്ങൾ എന്താണ് എന്നതിന് കൃത്യമായ രേഖ വരച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരാഴ്ച നോമ്പനുഷ്ഠിക്കണം. ആ നോമ്പനുഷ്ഠിച്ചിട്ട് നിങ്ങളുടെ എല്ലാ ജനങ്ങളെയും, ചെറിയ മക്കളെയും വലിയ ആളുകളെയും വയസ്സായവരെയും നിങ്ങളിലുള്ള മൃഗങ്ങളെയും പക്ഷിപ്പറവാദികളെയും ഒരു ഒഴിഞ്ഞ് വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ഇസ്തിസ്ഖാഇന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കണമെന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചില്ലേ? അത് കാരണം ഈ മഴ ഉണ്ടാകാതിരുന്നാൽ അത് നൽകാൻ ഈ ലോകത്തിന്റെ രക്ഷിതാവിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എത്ര വലുതാണ്. സൂറത്ത് യാസീനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്, ഊഷരമായ ഭൂമിയിൽ ഇങ്ങനെ മരങ്ങളെ പടച്ച് അതിന് ഫലങ്ങൾ നൽകുന്നവൻ അള്ളാഹുവാണല്ലോ. അതേ ഈത്തപ്പന മരം എന്നുള്ളത് വലിയ ദൃഷ്ടാന്തമാണ്. ആ മരുഭൂമിയിൽ, ജലലഭ്യതയില്ലാത്ത മരുഭൂമിയിൽ ആ ഈത്തപ്പന മരം വളരെ വലിയ രീതിയിൽ സർവൈവ് ചെയ്യുന്നത് ശാസ്ത്രത്തിനെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈത്തപ്പന മരമല്ലാത്ത മറ്റെല്ലാ മരങ്ങളും ആ അറേബ്യയുടെ ചൂടിൽ കരിഞ്ഞു പോകുമ്പോഴും ഈത്തപ്പന മരം അവിടെ തളിർത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ ഭൂമിയുടെ അടിയിലേക്ക് ജലത്തിന്റെ ലഭ്യത എത്ര അടിയിലുണ്ടോ അത്രയും അടിയിലേക്ക് ഇതിന്റെ വേരുകൾക്ക് ഓടാനുള്ള കഴിവുണ്ട്. ഏകദേശം ഒരു 30 മുതൽ 50 അടി വരെ താഴ്ച വരെ ഈത്തപ്പന മരത്തിന്റെ വേരിന് ആഴ്ന്നു പോകാൻ പറ്റും. ആ ആഴ്ന്നു പോയിട്ട് അവിടെ നിന്ന് ജലം സ്വീകരിച്ച് ആ മരത്തെ അതിന് പുഷ്ടിയുള്ള മരമായി, പച്ചപ്പുള്ള മരമായി നിലനിർത്താൻ പറ്റുന്നുണ്ട്. അതിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളുടെ ഉപമ പറയുമ്പോൾ ഈത്തപ്പന മരത്തെ അവിടെ എടുത്തു പറയുന്നുണ്ട്. കാരണം ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും തളർന്നു പോകാതെ പോസിറ്റീവ് എനർജി ഏതറ്റം വരെ പോയി നമുക്ക് ആവാഹിക്കാൻ പറ്റുമോ അത്രയും ആഴത്തിലേക്ക് നമ്മൾ പോയി പിടിച്ചു നിൽക്കണമെന്ന ഉദാഹരണം ഈത്തപ്പന മരത്തെ ഉപമിച്ചുകൊണ്ട് നബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി ഈത്തപ്പന മരം പോലെയാകണം. ഈ ഭൗതികമായ ലോകത്ത് ഇങ്ങനെ വരണ്ടുണങ്ങുന്ന
പല സംഘർഷങ്ങളും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടെങ്കിലും ആ വരണ്ടുണങ്ങുന്ന സംഘർഷങ്ങളിൽ നിന്ന് മാറി എവിടെയാണ് ഒരു ഊർവരത കിട്ടുന്നതെന്ന് വിശ്വാസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പഠിക്കാനുള്ള ബോധം നമുക്ക് നൽകട്ടെ. എന്നിട്ട് അടുത്ത ആയത്തിൽ പടച്ചവൻ ചോദിക്കുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അവനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അല്ലാഹു പറയാണ് സുബ്ഹാനല്ലദീ, ആ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എന്താണ് ആ പടച്ചവൻ ചെയ്തു തന്നത്? ഖലഖൽ അസ്വാജ കുല്ലഹാ, ഈ ഭൂമിയിലെ എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ചവനാണവൻ. ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണവൻ. എന്തിൽ നിന്ന് വരെ? മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്നും നിങ്ങളിൽ നിന്ന് തന്നെയും ഇണകളെ സൃഷ്ടിച്ചവനാണവൻ. എന്നാൽ പിന്നെ എന്തിൽ നിന്നുമാണ്? വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കോടാനുകോടി വസ്തുക്കളിൽ നിന്നും ഇണകളെ പടച്ചവനാണവൻ. 400 സംവത്സരങ്ങൾക്ക് മുമ്പ് ശാസ്ത്രം ഇവിടെ വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് നിന്ന് ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ പരിചയപ്പെടുത്തുകയാണ്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾ അറിയാത്ത കോടിക്കണക്കിന് വസ്തുക്കളിൽ ഇണകളെ സൃഷ്ടിച്ചവനാണ് അവൻ. അവൻ അത്ര പരിശുദ്ധനാണ്. കാരണം ആ കാലത്ത് ഒരു മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഇണകള് എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും, അതോടൊപ്പം തന്നെ സസ്യങ്ങളിലും മൃഗങ്ങളിലുമൊക്കെ നമുക്കൊരു പ്രത്യക്ഷത്തിൽ ഇണകളെ കാണാൻ പറ്റും. എന്നാൽ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെ ആ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നിലനിൽക്കുന്ന വസ്തുക്കളിൽ ഇണകളെ സൃഷ്ടിച്ചവനാണ് അവനെന്ന് പറയുമ്പോൾ ശാസ്ത്രം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള വസ്തുക്കളിലും ഇണകളുണ്ട് എന്ന് മനസ്സിലാക്കിയത്. മൈക്രോസ്കോപ്പിക് വേൾഡ് എന്ന് വെച്ചാൽ നമ്മളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ബാക്ടീരിയകൾ, വൈറസുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരം എന്നുള്ളത് ആറ്റങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇണകളുണ്ട് എന്ന് ശാസ്ത്രം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാപിനികളുമില്ലാത്ത കാലത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നിങ്ങളിലും ഭൂമി മുളപ്പിക്കുന്നതിലും നിങ്ങൾ അറിയാത്ത വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അവൻ എന്ന് പറയുമ്പോൾ അന്ന് നമ്മളറിയാത്ത, മനുഷ്യരറിയാത്ത വസ്തുക്കളിൽപ്പെട്ട ഒരു വിഭാഗം വസ്തുക്കളാണ് മൈക്രോസ്കോപ്പിക് വേൾഡ്. മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു ലോകം, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ലോകം. അവിടെ ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളിൽ ഇണകളുണ്ട്, വൈറസുകളിൽ ഇണകളുണ്ട്. ഇത് പിൽക്കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയതാണ്. അന്ന് മനുഷ്യർക്ക് അറിവില്ലാത്ത കാലത്ത് ആ അറിവില്ലാത്ത ഒന്നായിരുന്ന സാധനത്തെ കുറിച്ച് പടച്ചവൻ മുൻകൂർ നമ്മെ പഠിപ്പിച്ചു. അത് പിൽക്കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയതാണ്. രണ്ടാമത്തൊന്നാണ് ആറ്റോമിക് ഫിസിക്സ്, മാറ്റർ ആൻഡ് ആന്റി മാറ്റർ സംവിധാനം എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലെ ഫിസിക്സിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ആറ്റത്തിന്റെ കണ്ടുപിടുത്തം. ഫിസിക്സിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ആറ്റം കണ്ടുപിടിച്ചത്. ആ ആറ്റം കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ അത്ഭുതം എന്താണ്? ഓരോ ആറ്റത്തിനുള്ളിലും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഉണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തി. ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്രത്തിലെ കണ്ടെത്തലാണത്. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട്. ഈ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആറ്റം ഉണ്ടാവുക. ഈ ശരീരം പടച്ചിരിക്കുന്നത് 7 ഒക്ടില്യൺ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. 7 ഒക്ടില്യൺ. ഒക്ടില്യൺ എന്ന് പറഞ്ഞാൽ മാത്സിലെ ഒരു മൂല്യമാണ്. ലാക്ക് പോലെ, ക്രോറ് പോലെ, 1000 പോലെ, 100 പോലെ ഒരു മൂല്യമാണ് ഒക്ടില്യൺ എന്നുള്ളത്. ഒക്ടില്യൺ എന്ന് പറഞ്ഞാൽ
ഒരു 7 ഇട്ടിട്ട് 7 അക്കമിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്ത് 27 പൂജ്യം ഇട്ടാൽ അത് എത്ര മൂല്യമുണ്ട് അത്രയും എണ്ണം. അതിനെ 7 × 10⁻27 എന്നാണ് അതിൻ്റെ കണക്ക്. അത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ഈ മണൽത്തരികളുണ്ടല്ലോ, നമ്മുടെ കടലിൻ്റെ സൈഡിലെ മണൽത്തരികൾ, ആ മണൽത്തരികളുടെ എണ്ണം, ഈ പ്രപഞ്ചത്തിലെ മണൽത്തരികളുടെ എണ്ണം 7.5 × 10⁻18 ആണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മണൽത്തരികളുടെയും 100 കോടി അധികം മാറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് നമ്മളുടെ ഒരൊറ്റ ശരീരം. എത്ര വലുപ്പമാണ്, എത്ര നിഗൂഢതയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ. ഏകദേശം 7 ഒക്ടില്യൺ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് നമ്മുടെ ശരീരമെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പമൊന്ന് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിലെ സർവ്വ മണൽത്തരികളും ആ മണൽത്തരികളുടെ 100 കോടിയിലധികം എണ്ണം ആറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ ഓരോ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇങ്ങനെ ആറ്റങ്ങളുടെ കൂട്ടമാണ് നമ്മളുടെ ശരീരം. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് ശാസ്ത്രം വികസിച്ചിട്ടില്ലാത്തൊരു സമയത്ത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, അവർ അറിയാത്ത വസ്തുക്കളിൽ ഇണകളെ സൃഷ്ടിച്ചവരാണ് നാം എന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ ഒരു ശരീരമെന്നത്, ഈ പ്രപഞ്ചമെന്നത് ഒരു മാറ്ററാണല്ലോ. ആ മാറ്ററിന്റെ ആന്റി മാറ്റർ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെന്ന് ശാസ്ത്രത്തിന് അറിയില്ല. ആ ആന്റി മാറ്റർ എന്ന് പറയുന്ന സാധനം വന്ന് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നശിച്ചു പോകുമെന്ന് ശാസ്ത്രം പരിചയപ്പെടുത്തുകയാണ്. അവിടെയാണ് നമ്മുടെ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച E=mc² എന്ന സിദ്ധാന്തത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് E=mc². ഇങ്ങനെ ഊർജങ്ങൾ വിഘടിച്ച് മാസ് ഉണ്ടാവുകയും അതൊരു മാറ്റർ ഉണ്ടാവുകയും ആ മാറ്ററിൽ നിന്ന് ഊർജമുണ്ടായി അതൊരു വലിയൊരു വിസ്ഫോടനമായി മാറുമെന്ന ആ സിദ്ധാന്തം E=mc² ഐൻസ്റ്റീൻ ഈ അടുത്ത സമയത്തല്ലേ കണ്ടെത്തിയത്. ഇങ്ങനെ തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും അള്ളാഹു എന്തിനെ പടച്ചു? ഇണകളെ പടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പടച്ചവൻ എത്ര പരിശുദ്ധനാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യങ്ങളും മനസ്സിലാക്കുന്ന മനുഷ്യൻ, ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന ചിന്തയിലേക്ക് അവൻ മടങ്ങുന്നു. അങ്ങനെ മടങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് അവന്റെ മനസ്സുകൊണ്ടെത്തിക്കും. അതാണ് സൂറത്ത് യാസീൻ പരിചയപ്പെടുത്തുന്നത്. ഇനി തൊട്ടടുത്ത നിമിഷങ്ങളിൽ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ നീക്കുപോക്കലുകളും അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് അവനിലേക്ക് മടങ്ങലല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഇതിന്റെ പരിസ്ഥിതിക്ക്, ഇതിന്റെ പ്രകൃതിക്ക് എന്തെങ്കിലും ഒരു കോട്ടം വന്നു കഴിഞ്ഞാൽ ആ കോട്ടത്തെ നിയന്ത്രിക്കാൻ ഇവിടത്തെ ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇങ്ങനെ പടച്ചവൻ പല ദൃഷ്ടാന്തങ്ങളും കാണിച്ച് പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ ഉണ്മയെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സൂറത്ത് യാസീനിലൂടെ. ഇങ്ങനെ സൂറത്ത് യാസീൻ ഇങ്ങനെ പറഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം പറഞ്ഞ് മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന കോലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ നീക്കുപോക്കലുകളെ അള്ളാഹു ഉദാഹരണ സഹിതം പരിചയപ്പെടുത്തിയിട്ട് ആഖിറത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് സൂറത്ത് യാസീനിൽ. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞത് ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാനിൽ, ഈ പ്രഭാതത്തിൽ അള്ളാഹുവിന്റെ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമെന്ന പേരിൽ അറിയപ്പെട്ട സൂറത്ത് യാസീൻ, അതുമായി ഒരുമിച്ച് കൂടാൻ ലഭിച്ചത് വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ പറഞ്ഞതിൽ, നിന്റെ ഖുർആനിന്റെ ആശയം പറഞ്ഞതിൽ
എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് നീ പൊറുക്കണം അല്ലാഹ്. ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഖുർആനുമായി ഒരുമിച്ച് കൂടിയത് നാളെ ആഖിറത്തിൽ ചെലവഴിക്കാൻ പറ്റുന്ന വലിയ മൂല്യമുള്ള സമയമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനിയും നിന്റെ ഖുർആനിനെ പരിചയപ്പെടുത്തി ആ ഖുർആനിന്റെ ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്ക് നീ ആഴത്തിൽ പ്രതിഫലിപ്പിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണം റഹ്മാനെ. ഞങ്ങൾ ഇതിന്റെ ഇരപകലുകളിൽ നിർവഹിക്കുന്ന അനുഷ്ഠിക്കുന്ന നോമ്പും ഓതുന്ന ഖുർആനും നിർവഹിക്കുന്ന സേവനങ്ങളും നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും എല്ലാം നീ കബൂലാക്കണേ റബ്ബേ. ഒരുപാട് മനുഷ്യർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സഫലമാക്കണമല്ല. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്കൊന്ന് അനുകൂലമാക്കണേ റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിൽ ഒരുപാട് തവണ ഖുർആൻ ഖത്മാക്കാനും ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കണ്ണീരൊപ്പാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനേക്കാളും അപ്പുറം മഗ്ഫിറത്തിന്റെ പത്താണല്ലോ. ഞങ്ങളുടെ ഖൽബിൽ ഒരുപാട് മോശത്തരങ്ങളുണ്ട്. ഞങ്ങളുടെ ഖൽബിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച അഴുക്കുകളെ ഈ മഗ്ഫിറത്തിന്റെ പത്തിലൊന്ന് കഴുകി വൃത്തിയാക്കണേ അല്ലാഹ്. നിന്നെ അനുസരിച്ച് ജീവിക്കാൻ, നിനക്ക് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. കാരണം ഞങ്ങൾക്ക് നരകം താങ്ങാൻ സാധ്യമല്ല റബ്ബേ. ഒരു നിമിഷം പോലും നരകത്തിന്റെ തീ ഞങ്ങളുടെ ശരീരത്തെ തൊടിയിക്കാതെ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ അല്ലാഹ്. ഈ ഭൗതികമായ ലോകത്ത് സർവ്വവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വാരിക്കോരി തന്നിട്ട്, ഈ ഭൗതികമായ ലോകത്ത് ഞങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ തന്നിട്ട് ആഖിറത്തിൽ ഞങ്ങൾക്കിതെല്ലാം ഞങ്ങൾക്ക് ഇത് തടയുന്നതാക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്ന അനുഗ്രഹങ്ങളുടെ കാരണം കൊണ്ട് ആഖിറത്തിൽ സ്വർഗം ഞങ്ങൾക്ക് നിഷിദ്ധമാക്കല്ലേ റഹ്മാനെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, ഹിമ്മത്തോടെ, പ്രതാപത്തോടെ നിനക്ക് മർളിയായൊരു ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ക്ലാസ് എടുക്കാൻ ഇത് പ്രചരിപ്പിക്കാനും പറ്റുന്ന സംവിധാനം ഒരുക്കിയവർ, ഇതിന്റെ അഹ്ലുകാർ, പ്രത്യേകിച്ച് അബൂബക്കർ ഹാജിക്ക, അവിടുത്തെ നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമദാനിൽ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടതിന്റെ മഹത്വം അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ ബിസിനസ്സിലും ജീവിതത്തിലും വലിയ ഖൈർ പ്രദാനം ചെയ്യണം റബ്ബേ. അവിടുത്തെ ഭാര്യമക്കൾ, പേരമക്കൾ, ചെറുമക്കൾ, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണമല്ല. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ബദറുൽ സാദാത്ത്, ഖലമുൽ ഉലമ, പേരൂർ ഉസ്താദ്, സിറാജുൽ ഉലമ, സഖാഫി ഉസ്താദ്, നഈമി ഉസ്താദ്, വലിയതങ്ങൾ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ഞങ്ങളെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു തന്നവർ, ഞങ്ങൾക്ക് തണലൊരുക്കിയവർ ഒരുപാട് പണ്ഡിതരുണ്ട്. അവർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അവരിൽ മരണപ്പെട്ടവരുടെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം അസുഖബാധിതരായ ആളുകൾക്ക് ശമനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ദീനിനെ ഖിദ്മത്തെടുക്കാൻ പറ്റുന്ന ഇൽമു നൽകണേ അല്ലാഹ്. കിബ്ർ നൽകല്ലേ റബ്ബേ, ഹസദ് നൽകല്ലേ അല്ലാഹ്. സലീമായ ഖൽബ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വലാഹിയത്തിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കണ്ണിന് കുളിർമയുള്ള നല്ല ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഖാദിമീങ്ങളും ആക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നിന്റെ സക്കാത്തിന്റെ ഫായിലീങ്ങളാക്കണേ റബ്ബേ. ഹബീബായ മുത്തുനബിയെ ഒരുപാട് തവണ മനാമിൽ കാണാനും മദീനയിലെത്താനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
മദീനയിലെത്താനും മനാമിൽ കാണാനും തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.